നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. SDPI ലീഗ് സഹകരണം കൂടുതൽ ശക്തമാകുന്നു. SDPI വേദി പങ്കിട്ട് ലീഗ് നേതാവ്. വഖഫ് മദ്രസ സംരക്ഷണ സമിതി സെമിനാറിൽ പങ്കെടുത്ത് വടകര മണ്ഡലം പ്രസിഡന്റ് MC ഇബ്രാഹിം. പ്രതിഷേധവുമായി ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ. ഗവർണർ ഹൈക്കോടതിയെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുന്ന MP ഗോവിന്ദൻ മാസ്റ്റർ. കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണ് ഗവർണറുടെ നടപടികളെന്നും ഗോവിന്ദൻ മാസ്റ്റർ. തന്നിഷ്ടപ്രകാരമാണ് ഗവർണർ VC നിയമനം നടത്തിയതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ. കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണിതെന്നും ഗോവിന്ദൻ മാസ്റ്റർ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും UDF ചേർത്ത് നിർത്തിയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ. മതനിരപേക്ഷ സമൂഹത്തെ തകർക്കുക എന്നതാണ് രണ്ട് വർഗീയതയുടെയും ലക്ഷ്യമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. SDPI ജമാഅത്തെ പാർട്ടികളുമായി CPMന് അവിശുദ്ധ ബന്ധമെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ഗോവിന്ദൻ മാസ്റ്റർ. അത്തരം മാധ്യമങ്ങൾ നിലപാട് തിരുത്തിയിട്ടില്ലെന്നും വിമർശനം. ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കൽ അപമാനകരമായ സംഭവമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ. ഇത്തരക്കാരെ കണ്ടെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനാണ് ഗവർണറുടെ ശ്രമമെന്ന് മന്ത്രി R ബിന്ദു. സംഘപരിവാർ ശ്രമങ്ങളുടെ ഇടനിലക്കാരനാണ് ഗവർണറെന്നും മന്ത്രി. രാജ്യത്തിന് മാതൃകയായി കേരളം. സ്ഥിരം തൊഴിൽ വേതനക്കാരുടെ എണ്ണത്തിൽ 5 വർഷത്തിനിടെ കേരളം കൈവരിച്ചത് 6.2% വർധനയെന്ന് റിപ്പോർട്ട്. ദേശീയ തലത്തിൽ 2.2% കുറഞ്ഞതായും കണക്കുകൾ. UDF ഭരിക്കുന്ന കോട്ടയ്ക്കൽ നഗരസഭയിൽ വൻ പെൻഷൻ തട്ടിപ്പ്. BMW കാർ ഉടമയും ക്ഷേമ പെൻഷൻ വാങ്ങി. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം. കോട്ടയ്ക്കൽ നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ്. പെൻഷൻ തട്ടിയവരുടെ പേരുകൾ പുറത്തുവിടാത്തതിൽ സംഘടനകൾ പ്രതിഷേധിക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. BJPയുടെ കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണം. അനുമതി നൽകി ഇരിങ്ങാലക്കുട കോടതി. 90 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം. നടൻ സൗബിൻ ഷാഹിറിന്റെ പർവ ഫിലിംസ് 60 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്ന ആദായ നികുതി വകുപ്പ്. തട്ടിപ്പ് വെളിവായത് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ. സൗബിനെ ചോദ്യം ചെയ്യും. സംഭാലിൽ സർവേ തടഞ്ഞ് സുപ്രീം കോടതി. സമാധാന സമിതി രൂപീകരിക്കണം. വിഷയം ഹൈക്കോടതി പരിഗണിക്കട്ടെയെന്നും സുപ്രീം കോടതി. അദാനി വിഷയത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. വയലിനിസ്റ്റ് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതാണെന്ന് ആവർത്തിച്ച് പിതാവ് KC ഉണ്ണി. മരണത്തിന് പിന്നിൽ സ്വർണ്ണ മാഫിയ. CBI നീക്കം സ്വർണ്ണക്കടത്ത് സംഘത്തെ സംരക്ഷിക്കാൻ. CBI DYSP സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പിതാവ്. ICC ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യ പാകിസ്ഥാനിലേക്കില്ല. സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷാ പ്രശ്നങ്ങളെന്ന് വിലയിരുത്തൽ. മലപ്പുറവുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രിയുടേതെന്ന പേരിൽ ദ ഹിന്ദു പത്രത്തിൽ വന്ന പരാമർശത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. എറണാകുളം CJM കോടതിയാണ് ഹർജി തള്ളിയത്. CPIM സംസ്ഥാന സമിതി അംഗം P ശശി നൽകിയ ക്രിമിനൽ കേസിൽ PV അൻവറിന് നോട്ടീസ്. കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. ഡിസംബർ 3-ന് PV അൻവർ കോടതിയിൽ നേരിട്ട് ഹാജരാകണം.
ഫ്ളാറ്റ് തട്ടിപ്പ് കേസ് നടി ധന്യ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇഡി. കണ്ടുകെട്ടിയത് പട്ടത്തും പേരൂർക്കടയിലുമുള്ള 1.56 കോടിയുടെ സ്വത്തുക്കൾ. നടപടി ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ. പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. പത്തനംതിട്ട മൈലപ്ര ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടുക്കി ജില്ലാ കലോത്സവ വേദിയിലേക്ക് SFI മാർച്ച് കോഴ വാങ്ങി കലോത്സവം അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെ. പത്തനംതിട്ടയിലെ +2 വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സഹപാഠി അറസ്റ്റിൽ. ആലപ്പുഴ നൂറനാട് സ്വദേശിയാണ് അറസ്റ്റിലായത്. കുറ്റം സമ്മതിച്ച് പ്രതി. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ 6 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട് തിരുവമ്പാടി പുല്ലുരാംപാറ പള്ളിപ്പടിയിൽ പോലീസുകാരൻ കുഴഞ്ഞുവീട് മരിച്ചു. ചായ കുടിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. മരിച്ചത് കോഴിക്കോട് കൺട്രോൾ റൂം പോലീസ് സ്റ്റേഷനിലെ CPO പെരികിലത്ത് ഷാജി. മൃതദേഹം ഓമശ്ശേരി ശാന്തി ആശുപത്രി മോർച്ചറിയിൽ. ചാലക്കുടി പരിയാരം അസീസി ആശ്രമം പള്ളിക്ക് സമീപത്ത് വെച്ച് മോട്ടോർ ബൈക്കും സ്കൂൾ ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പരിയാരം തൃപ്പാപ്പള്ളി സ്വദേശി ഷിൻസനാണ് മരിച്ചത്. ചാലക്കുടി പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. അലൂമിനിയം ഫാബ്രിക്കേഷൻ ജീവനക്കാരനായ ഷിൻസൺ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. നവം 2024 8ാം ദിനം വിപുലമായി ആഘോഷിച്ചു. പുത്തൻചന്തയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കവി കുരിപ്പുഴ ശ്രീമുഖാർ നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ബഫി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്ക് ജീവനക്കാർ രക്തദാനം നടത്തി. ബഫി ജില്ലാ സെക്രട്ടറി KK ബിനു, VP ശ്രീരാമൻ, KD സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 15 യാത്രക്കാരെ കടിച്ച തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ജില്ലാ വെറ്റിനറി ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് സ്ഥിരീകരണം. ബിരുദ പഠനത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാനും ദീർഘിപ്പിക്കാനും അവസരം നൽകി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. വിദ്യാർത്ഥിയുടെ പഠനശേഷി അനുസരിച്ച് 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാനും 3 വർഷത്തിലധികമെടുത്ത് പൂർത്തീകരിക്കാനും സാധിക്കും. മൂന്ന് വയസ്സുള്ള കടുവ ചത്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ ഭാഗത്താണ് കഴുത്തിൽ കുരുങ്ങിയ നിലയിൽ കടുവയുടെ മൃതദേഹം കണ്ടെത്തിയത്. കാട്ടുപന്നികൾക്കായാണ് കെണിയൊരുക്കിയതെന്നും ആ കടുവ അബദ്ധത്തിൽ കുടുങ്ങിയതാണെന്നും പ്രതികൾ സമ്മതിച്ചു. പഞ്ചാബിലെ ഗുരുദാസ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 റോക്കറ്റ് ലോഞ്ചറുകൾ കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനായുള്ള നിർമ്മാണ പ്രവർത്തനത്തിനിടെയാണ് റോക്കറ്റ് ലോഞ്ചറുകൾ ലഭിച്ചത്. ജമ്മു കശ്മീരിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ വൈകുന്നേരം 4:20ഓടെയാണ് ഭൂചലനമുണ്ടായത്.
ജഗൻ കാലത്തെ ആരോപണങ്ങളും അദാനി അധികാര ഇടപാടും മന്ത്രിസഭയിൽ പരിശോധിക്കുമെന്ന് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ. വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് പ്രധാന ചർച്ചാ വിഷയമാകുമെന്നും പവൻ. ബംഗ്ലാദേശിലെ ഹിന്ദു പീഡനങ്ങളിൽ മൗനം പാലിക്കുന്നതിനെ വിമർശിച്ച് പവൻ കല്യാൺ. ഇക്കാര്യത്തിൽ ആഗോള നിശബ്ദതയാണെന്നും പവൻ. ഇരുപതുകാരിയോടൊപ്പം ഒളിച്ചോടി വിവാഹം കഴിച്ച 40-കാരനെ തല്ലിക്കൊന്നു. കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലാണ് സംഭവം. 6 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. യുക്രൈനെ ഇരുട്ടിലാക്കി റഷ്യയുടെ കനത്ത മിസൈൽ ആക്രമണം. റഷ്യയുടെ ആക്രമണം രാജ്യത്തെ ഊർജ്ജ വിതരണ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട്. മിസൈൽ ആക്രമണത്തിൽ പ്രതികരിക്കാതെ റഷ്യ. ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റ് അംഗങ്ങൾക്ക് ബോംബ് ഭീഷണി ലഭിച്ച സംഭവം അന്വേഷണം ആരംഭിച്ച FBI. വിവിധ വകുപ്പുകളെ നയിക്കാൻ ട്രംപ് തിരഞ്ഞെടുത്ത 9 പേർക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ഇസ്ലാമാബാദിൽ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് പോലീസ്. പാക് മാധ്യമപ്രവർത്തകൻ ജാനാണ് അറസ്റ്റിലായത്. ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും ഇയാളെ തട്ടിക്കൊണ്ടുപോയതാണെന്നും കുടുംബം. ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം ബ്രസീലിന് കൈമാറി റഷ്യ. ബ്രിക്സ് ഷെർപ്പ അന്തിമ യോഗത്തിലാണ് തീരുമാനം. വിയറ്റ്നാം സ്ഥാനപതിയുടെ സെക്രട്ടറി ദീപകിന്റെ ഭാര്യയെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബെറൈലയിലെ പിൽപാസന ഗ്രാമത്തിലാണ് സംഭവം. ശുചിമുറിയിലുള്ള ഗീസറിൽ നിന്ന് വിഷവാതകം ശ്വസിച്ചാകാം മരണമെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബായ് ഓർമ്മ കേരളോത്സവം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 1-2 തീയതികളിൽ ദുബായ് അൽ ഖിസൈസ് അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി. ദോഫാറിൽ കുന്തിരിക്ക സീസൺ ഇവന്റിന് തുടക്കമായി. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ലാൻഡ് ഓഫ് ഫ്രാങ്കിൻസെൻസിലാണ് പരിപാടി. കൈരളി സലാലയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. കൈരളി സലാല ന്യൂ സലാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സർഗോത്സവം 2024 സംഘടിപ്പിച്ചു. കൈരളി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കൈരളി ട്രഷറർ ലിജോ ലാസർ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റ് 8ാം വാർഷികാഘോഷമായ കോട്ടയം ഫെസ്റ്റ് 2024 തുടക്കം. കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് വൈകുന്നേരം 4 മണി മുതലാണ് പരിപാടി. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയ കൂദാശയും പ്രതിഷ്ഠയും നടക്കും. വെള്ളി ശനി ദിവസങ്ങളിലാകും ചടങ്ങുകൾ നടക്കുക. വൈദിക പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും.